പാലക്കാട് സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള മാർട്ടിൻ മെഡിക്കൽ കോളേജിൽ സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പൂട്ടിയിട്ടു. കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടത്. എസ് എ അജിംസ് വിവരങ്ങളുമായി പാലക്കാട് നജിസ്. സംഭവം എന്താണ്? പാലക്കാടല്ല, കോയമ്പത്തൂർ മേട്ടുപ്പാളയം റോഡിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള മാർട്ടിൻ ഹോമിയോ കോളേജ് ഉള്ളത്. ഈ കോളേജിൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് മുതലാണ് വിദ്യാർത്ഥി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ വേണ്ടിയാണ് അവർ സമരം നടത്തിയത്. വിദ്യാർത്ഥികളെ സമരത്തിലൂടെ പ്രിൻസിപ്പലിനെ പുറത്താക്കിയ പ്രിൻസിപ്പലിന്റെ പിടിയാളുകളായ ചില ജീവനക്കാർ തങ്ങൾ ഉപദ്രവിക്കുകയാണ് എന്നായിരുന്നു ഇവരുടെ ആരോപണം. ഈ ആരോപണത്തെ തുടർന്ന് ഈ പ്രതികാര നടപടികൾ കോളേജിലെ ചില ജീവനക്കാർ സ്വീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ടാക്കി. ഇതേ തുടർന്നാണ് ഇവർ സമരം ശക്തമാക്കിയത്. കോളേജ് ഇന്നലെ രാത്രി മുഴുവൻ കോളേജിന് മുമ്പിലെ ഗേറ്റിൽ ഇവർ കുത്തിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കോളേജ് അധികൃതരെത്തി ഇവരെ ഭീഷണിപ്പെടുത്തി മടക്കി വെച്ചെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. എന്ന് മാത്രമല്ല, കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ 10 മണിയോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെന്ന് തോന്നിക്കുന്ന യൂണിഫോം വിട്ട കുറെ ആളുകൾ ഈ വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് കയറ്റി ഗേറ്റ് അടച്ചുപൂട്ടിയത്. ഇപ്പോൾ അവർ വിദ്യാർത്ഥികൾ ഈ ഗേറ്റിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ചിരിക്കുകയാണ്. തല്ലിപ്പൊളിച്ച് അവർ ഗേറ്റ് തുറന്നിട്ടുണ്ട്. സമരം കൂടുതൽ ശക്തമായി തുടരും എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നിഷാദ്, അജിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.